ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഗോതമ്പ് പൊടിയും ചെറുപയറും വെച്ചുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടായിട്ടാണ് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതൊക്കെ വേണ്ടത് ഗോതമ്പ് പൊടി പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരിട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കയ്യിൽ, ഈ ഒരു കയ്യിൽ 3 കയ്യിൽ എടുക്കേണ്ടത്. അതൊരു കപ്പിൻ്റെ അടുത്തുണ്ടാകും. അതുകൊണ്ട് 2 കുറ്റി പുട്ട് ചൂടാം. അങ്ങനെ ആ പൊടി അത്ര അളവിലാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ആ ഉപ്പും പൊടിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 3 കയ്യിലല്ലേ പൊടി എടുത്തത്. ആ പൊടി അളന്ന അതേ കയ്യിൽ തന്നെ ഒരു കയ്യിൽ നിറച്ചും പിന്നെ ഒരു സ്പൂണോളൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ എടുത്ത വെള്ളം ഒന്നായിട്ടാണ് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ എടുത്ത പൊടി ഒക്കെ ഒരു കുഞ്ഞു കട്ട പോലെ ഇങ്ങനെ കെട്ടിയ മാതിരിയാകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മളൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും കറക്കുക. ഒറ്റ കറക്കം കറക്കിയാൽ നമ്മൾ ഈ കട്ട കെട്ടിയതൊക്കെ നമ്മളെ പൊടിൻ്റെ പാകത്തിന് നനവിൽ പൊടിയായിട്ട് മാറും. ഇപ്പോൾ കണ്ടോ, ഞാനത് മിക്സിയിൽ പൊടിച്ചപ്പോൾ നല്ലൊരു പൊടിയായി വന്നില്ല, കട്ടയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ആയി വരും. നമ്മൾ ഈ ഗോതമ്പ് പൊടി കൊണ്ട് എപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ കട്ട പോലെ കരം. അപ്പോൾ അത് മാറാൻ ഇങ്ങനെ കാട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ പൊടി റെഡിയായി, പുട്ടിനുള്ള പൊടി റെഡിയായി. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു മുറി തേങ്ങൻ്റെ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വേണ്ടത് ഇത് ഒരു ചെറുപയറിൻ്റെ ഒരു കൂട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കിക്കണം എന്നൊന്ന് കണ്ടിട്ട് വരിട്ട് അതിൽ എന്തൊക്കെ ഇട്ടിക്കണമെന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചെറുപയർ നല്ലോണം ഒന്ന് കേകിങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്നും വേവിച്ചെടുക്കുക. കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഞാൻ ചെറുപയർ തലേന്ന് വെള്ളത്തിലൊന്നും ഇട്ടുവെച്ചിരുന്നില്ല കേട്ടോ, കാരണം ചെറുപയറിന് തീരെ വേവില്ലല്ലോ. അതുകൊണ്ട് ഒരു 2 വിസിൽ അടിച്ചുമ്പോഴത്തേന് അത് വെന്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങയിട്ട് കുറച്ച് ഒരു 3/4 ഭാഗം തേങ്ങ അയക്കി ഇടുക. ബാക്കി നമുക്ക് പുട്ടിൻ്റെ മേലെയും താഴെ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ബാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2-3 സ്പൂണ് ശർക്കരയാണ് വേണ്ടത്. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി വെക്കുക. ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പുട്ടിൻ്റെ കുറ്റി എടുത്തിട്ട് അതിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം വെറും തേങ്ങ നമ്മൾ മാറ്റി വെച്ചില്ലേ, ആ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടി ഞാനൊരു 2 പൊടിയൊക്കെ ഉള്ളൂ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ആ ചെറുപയറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അത് 2 സ്പൂണ് 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ വേണമെങ്കിൽ തേങ്ങ ഇടാം, അല്ലെങ്കിൽ തേങ്ങ താഴെ മേലി മാത്രം ഇട്ടാൽ മതി. ഇടയിലൊന്നും പിന്നെ തേങ്ങ ഇടേണ്ട, കാരണം നമ്മൾ ചെറുപയറിൽ തേങ്ങയൊക്കെ ഇട്ടതാണല്ലോ. ചെറുപയറിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം പിന്നെയും നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെയും ചെറുപയറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറ്റി നിറയുമ്പോൾ ലാസ്റ്റ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് വെറും തേങ്ങ ചിരകി വെച്ചത് മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ആവി വരും. അത് കരുതിയിട്ട് അപ്പം തന്നെ എടുക്കണ്ട. ഒരു 3-4 മിനിറ്റ് ഒന്നും കൂടി അങ്ങനെ വെച്ചിട്ട് പിന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഈ മേലത്തെ ഭാഗം ഒന്നിങ്ങനെ പൊടിഞ്ഞത് എൻ്റെ ഈ കുറ്റി ഞാനിത് നിറച്ചതിന് ശേഷം ആ നമ്മളെ പുട്ടിൻ്റെ പാനിമക്ക് വെക്കുന്ന സമയത്തിൻ്റെ ഒക്കെ ഒന്നും കൊയിഞ്ഞാടി കുറ്റി. അപ്പോൾ അവിടെ ഇളകിങ്ങാണ്ട് ഒന്നിങ്ങനെ പുറത്തേക്ക് വന്നിരുന്നു. അതാണ് അവിടെ ഇങ്ങനെ വിണ്ട് പൊട്ടിയത്. ഇല്ലെങ്കിൽ നമുക്ക് നേരെ നല്ല കുറ്റിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് റെഡിയാവും ചെയ്യും. ചെറുപയറും ഇതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വേവാനും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.